Next, let us move on to simple accelerated theory of investment, and it was propounded by J.M. Clark. So the concept of accelerator theory is associated with J.M. Clark. T.N. Garner was the earliest economist who recognized the relationship between changes in consumption and net investment in 1903. അപ്പോൾ ആക്സിലറേറ്റർ തിയറിയുടെ എസൻസ് എന്ന് പറയുന്നത് കൺസംഷനും നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ബന്ധമാണ്, റിലേഷൻഷിപ്പാണ്. കൺസംഷനും നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആക്സിലറേറ്റർ തിയറിയുടെ എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തത് T.N. Garner ആണ്. And it was Afflation who analyzed this principle in details in 1909. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തത് ആഫ്ലേഷൻ ആണ്. പക്ഷേ ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതും കൂടുതൽ ആ പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തതും J.M. Clark ആണ്. അതുകൊണ്ടാണ് ആക്സിലറേറ്റർ തിയറി പറയുമ്പോൾ J.M. Clark's പേര് നമ്മൾ പറയുന്നത്. So, concept of accelerator theory is associated with J.M. Clark, and he put forward this theory in the year 1970. The accelerator theory is an economic concept that draws a connection between changing consumption pattern and capital investment. അപ്പം ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതൊരു ഇക്കണോമിക് കൺസെപ്റ്റാണ്. കൺസംഷൻ പാറ്റേണിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ കൺസംഷൻ പാറ്റേണും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ അത് തമ്മിലുള്ള കണക്ഷനെ പ്രതിപാദിക്കുന്ന പ്രിൻസിപ്പിളാണ് ആക്സിലറേഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ. So, accelerator principle is an economic concept that draws a connection between changing consumption pattern and capital investment. The principle states that if appetite for consumer goods increases, demand for equipments and other investment necessary to increase these goods will grow even more. അപ്പം ആക്സിലറേഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് പ്രിൻസിപ്പിളിൽ പറയുന്നത് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, കൂടുതൽ ആളുകൾ കൺസ്യൂം ചെയ്യുമ്പോൾ, ആളുകൾ അവരുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എക്യുപ്മെൻറ്റ്സും മെഷീനറീസും ഒക്കെ വേണം. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സിൻ്റെയും മെഷീനറീസിൻ്റെയും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആക്സിലറേറ്റർ പ്രിൻസിപ്പിളിൽ പറയുന്നത്. So, in other words, we can say that if population's income increases and its residents as a result begins to consume more, there will be a corresponding but magnified change in investment. പോപ്പുലേഷൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിഡൻസ് എന്ത് ചെയ്യും, പോപ്പുലേഷൻ എന്ത് ചെയ്യും, ആളുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യും, റെസിഡൻസ് കൂടുതൽ കൺസ്യൂം ചെയ്യും. കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നിഫൈഡ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ, ആളുകളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവരുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു വ്യക്തിയുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും, കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യും. കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇൻകം, അപ്പോൾ ഒരാളുടെ കൺസംഷൻ വേറൊരാളുടെ ഇൻകമാണ്, കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടും, കൂടുതൽ കൺസ്യൂമർ ഡിമാൻഡ് ഉണ്ടാകും, കൂടുതൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും, കൂടുതൽ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കൂടുതൽ കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ആവശ്യമുണ്ടാകും. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇൻകം കൂടുമ്പോൾ മാഗ്നിഫൈഡ് റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഇൻകവും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെയാണ്? കൺസംഷൻ
ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് അതിൻ്റെ റിസൾട്ടായിട്ട് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. അപ്പോൾ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ചേഞ്ച് ചെയ്യുന്നത്, ആ ഒരു റിലേഷൻഷിപ്പ് പറയുന്ന തിയറിയാണ്, പ്രിൻസിപ്പിളാണ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ. Accelerator is capital output ratio. Capital output ratio is known as accelerator. Accelerator എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോനാണ് നമ്മൾ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലും ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോ, എത്ര ക്യാപിറ്റൽ ഉണ്ടെങ്കിലാണ് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ക്യാപിറ്റൽ വേണം. അപ്പോൾ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോനെയാണ് നമ്മൾ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ states the basic relationship between change in the level of output and volume of investment spending. അപ്പം ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇൻകത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്ങിൻ്റെ വോളിയത്തിൽ എന്ത് ചേഞ്ചസ് ഉണ്ടാകുന്നു, അതാണ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ലെവൽ ഓഫ് ഔട്ട്പുട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്ങും തമ്മിലുള്ള ബേസിക് റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന പ്രിൻസിപ്പിളാണ് ആക്സിലറേറ്റർ principle. Now let us move on to assumptions of accelerator principle. Simple accelerator principle അല്ലെങ്കിൽ simple accelerator theoryയുടെ assumptions ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So there are 5 important assumptions attached with simple accelerator principle. First, firms are operating without excess capacity. So there is no excess capacity attached with firms. ഫേംസിന് എക്സസ് കപ്പാസിറ്റി ഒന്നുമില്ല എന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ. എക്സസ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ 10 എക്സസ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ, കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡിൽ ചെറിയ ഹൈക്ക് ഉണ്ടായാലും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡിൽ ഹൈക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ഫേംസിൽ എക്സസ് കപ്പാസിറ്റി ഇല്ല. 100 യൂണിറ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ആ 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള മെഷീനറീസ് ഒക്കെ ഉള്ളൂ. എക്സസ് കപ്പാസിറ്റി ഇല്ല. 110 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ല. 100 യൂണിറ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ആ 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി ആ ഫേമിനുള്ളൂ. സോ എക്സസ് കപ്പാസിറ്റി ഈസ് ആബ്സെൻറ്റ്. എക്സസ് കപ്പാസിറ്റി ഇല്ല. അതാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് അസംഷൻ, ഫേംസ് വിൽ ഇൻക്രീസ് ദർ കപ്പാസിറ്റി ടു മീറ്റ് every increase in consumer spending. So time lag illa എന്നുള്ളതാണ്. Firms will increase their capacity to meet every increase in consumer spending. അപ്പോൾ ചെറിയ ഒരു ചേഞ്ച് കൺസ്യൂമർ സ്പെൻഡിങ്ങിൽ ചെറിയൊരു ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ തന്നെ അവരവരുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡിമാൻഡ് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്താലും അത് മൈന്യൂട്ട് ചേഞ്ച് ആണെങ്കിലും ആ ഒരു ചേഞ്ച് ഫേംസ് സ്വീകരിക്കുകയും അതിനനുസരിച്ച് ഫേംസ് അവരുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പം മൈന്യൂട്ട് ചേഞ്ചിനനുസരിച്ചും ഫേംസ് അവരുടെ കപ്പാസിറ്റിയിൽ ചേഞ്ചസ് വരുത്തും. സോ ഫേംസ് വിൽ ഇൻക്രീസ് ദർ കപ്പാസിറ്റി ടു മീറ്റ് എവറി ഇൻക്രീസ് ഇൻ കൺസ്യൂമർ സ്പെൻഡിങ്. തേർഡ് ഇസ് the discrepancy between desired and actual capital stock is eliminated within a single period. There is no time lag. Time lag illa. അതാണ് തേർഡ് അസംഷൻ. അപ്പോൾ ഡിസയേർഡ് ക്യാപിറ്റൽ സ്റ്റോക്കും ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി ആ ഒരു പീരീഡിൽ തന്നെ, സിംഗിൾ പീരീഡിൽ തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ടൈം ലാഗ് ഇല്ല എന്നുള്ളതാണ് തേർഡ് അസംഷൻ. അപ്പോൾ ഡിമാൻഡ് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ അതത് പീരീഡിൽ എന്താണ് കപ്പാസിറ്റിയും ഫേംസ് അവരുടെ കപ്പാസിറ്റിയും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 100 ആയിരുന്നു ഡിമാൻഡ്, 105 ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തെങ്കിൽ ഫേം അവരുടെ കപ്പാസിറ്റിയും ആ സിംഗിൾ പീരീഡിൽ തന്നെ ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് മെഷീനറീസ് ഒക്കെ കൂടുതൽ മേടിക്കണം. ഈ മെഷീനറീസ് മേടിക്കുന്നതും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഒരു ലോങ് ടേം പ്രോസസ്സാണെന്ന് നമുക്കറിയാം. പക്ഷേ അവർ ആ ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന ടൈം ലാഗിനെ ഈ ഒരു തിയറിയിൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം ഡിസയേർഡ് ക്യാപിറ്റൽ സ്റ്റോക്കും ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അതത് പീരീഡുകളിൽ തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ടൈം ലാഗ് കൺസിഡർ ചെയ്യുന്നില്ല ഈ തിയറിയിൽ.
അതാണ് തേർഡ് അസംഷൻ. ഫോർത്ത് അസംഷൻ, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഈസ് കോൺസ്റ്റൻറ്റ്. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന ക്യാപിറ്റൽ, ആ ഒരു റേഷ്യോ, ക്യാപിറ്റലും ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോ കോൺസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഈ ഒരു തിയറിയിൽ കൺസിഡർ ചെയ്യുന്നില്ല. ടെക്നോളജി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതാണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ടെക്നോളജി കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. അതാണ് അസംഷൻ. ഫിഫ്ത്ത് അസംഷൻ, സപ്ലൈ ഫണ്ട്സ് ആർ ഇലാസ്റ്റിക് ആൻഡ് റിസോഴ്സസ് ആർ ഈസിലി അവൈലബിൾ. അപ്പോൾ ഫണ്ട്സിൻ്റെ അവൈലബിലിറ്റി വളരെ ഇലാസ്റ്റിക് ആണ്. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ വളരെ ഇലാസ്റ്റിക് ആണ്. വേഗത്തിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കിട്ടും. ഫണ്ട്സിൻ്റെ അവൈലബിലിറ്റി വളരെ ഇലാസ്റ്റിക് ആണ്. റിസോഴ്സസ് വളരെ വേഗത്തിൽ അവൈലബിൾ ആണ്. അതായത് ഫേംസിന് ഡിമാൻഡ് ചെറുതായിട്ട് കൂടുമ്പോൾ തന്നെ അവർക്ക് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാം, അവർക്ക് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. കാരണം ഫണ്ട്സ് വളരെ ഇലാസ്റ്റിക് ആണ്, റിസോഴ്സസ് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ചെറിയൊരു ഡിമാൻഡിൽ ചെറിയൊരു ഹൈക്ക് ഉണ്ടാകുമ്പോഴേ ഫേംസ് അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യും. ഇതാണ് സിമ്പിൾ ആക്സിലറേറ്റർ തിയറിയുടെ 5 assumptions. Firms are operating without excess capacity. Firms will increase their capacity to meet every increase in consumer spending. There is no time lag. Capital output ratio is constant. Technology is constant. Supply funds are elastic and resources are easily available. Now let us move on to the theory. So accelerator theory deals with the relationship between capital stock and output. അല്ലെ, ക്യാപിറ്റൽ സ്റ്റോക്ക് അല്ലെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ലെവൽ ഓഫ് ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിളിൽ പറയുന്നത്. The relationship between capital stock and output in time t can be represented as KT equal to VYT. നമ്മൾ പറഞ്ഞു ആക്സിലറേറ്റർ പ്രിൻസിപ്പിളിൽ എന്താണ്, ലെവൽ ഓഫ് ഇൻകമും ക്യാപിറ്റൽ സ്റ്റോക്കും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയിൽ ഈ ആക്സിലറേറ്റർ പ്രിൻസിപ്പിളിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എസെൻഷ്യലി ക്യാപിറ്റൽ സ്റ്റോക്കും ഔട്ട്പുട്ടും തമ്മിൽ ടൈം ടിയിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. KT ക്യാപിറ്റൽ അറ്റ് ടൈം ടി, KT ഈക്വൽ ടു VYT. അപ്പം ടൈം ടിയിലെ ക്യാപിറ്റൽ സ്റ്റോക്ക് ടൈം ടിയിലെ ഇൻകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ക്യാപിറ്റലും ഇൻകവും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഒരു പീരീഡിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, അപ്പം ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. തീർച്ചയായിട്ടും എന്താണ്, ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ സ്റ്റോക്കും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ടൈം ടിയിൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് KT ആണ്. KT ഈക്വൽ ടു VYT, വെർ V ഈസ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ് V. അപ്പം ക്യാപിറ്റൽ സ്റ്റോക്കും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് KT ഈക്വൽ ടു VYT. നമുക്കറിയാം V എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അല്ലെങ്കിൽ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. സോ ആക്സിലറേറ്ററിനെ നമുക്ക് കണ്ടുപിടിക്കാം. V ഈക്വൽ ടു നമുക്ക് ഈ YT എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ നമുക്ക് കിട്ടും. സോ ആക്സിലറേറ്റർ ഈക്വൽ ടു KT ബൈ YT. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇഫ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഈസ് കോൺസ്റ്റൻറ്റ്, അപ്പോൾ നമ്മൾ തിയറിയിൽ അസ്യൂം ചെയ്തിരുന്നത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആണ്. സോ വെൻ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഈസ് കോൺസ്റ്റൻറ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഔട്ട്പുട്ട് ഇൻ പ്രീവിയസ് പീരിയഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് KT മൈനസ് 1 ഈക്വൽ ടു VYT മൈനസ് 1. അപ്പോൾ ടൈം പീരീഡിൽ KT എന്ന് പറയുന്നത് V ഇൻറ്റു YT ആണ്. ഈ ഇവിടെ V എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടൈം പീരീഡ് T-1ലും ഇതേ ഇക്വേഷൻ ആപ്ലിക്കബിൾ ആണ്. KT മൈനസ് 1 ഈക്വൽ ടു VYT മൈനസ് 1. അപ്പോൾ ടൈം പീരീഡ് കഴിഞ്ഞ വർഷം, T എന്ന് പറയുന്നത് കറണ്ട് പീരീഡ് ആണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ T-1 കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയും എന്താണ്, ക്യാപിറ്റൽ ഇസ് റിലേറ്റഡ് വിത്ത്
ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ക്യാപിറ്റലിൽ ചേഞ്ചസ് ഉണ്ടാവും. സോ കെ ടി മൈനസ് വൺ ഈക്വൽ ടു വി വൈ ടി മൈനസ് വൺ. നമുക്കറിയാം നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ സ്റ്റോക്കിൽ ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? അപ്പം ക്യാപിറ്റൽ സ്റ്റോക്കിൽ എന്തോരം ചേഞ്ചസ് ഉണ്ടായി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം ടിയിലെ ക്യാപിറ്റൽ കെ ടിയും ടൈം ലാസ്റ്റ് ഇയറിലെ ക്യാപിറ്റൽ കറണ്ട് ഇയറിലെ ക്യാപിറ്റൽ കെ ടിയും ലാസ്റ്റ് ഇയർ ക്യാപിറ്റലാണ് കെ ടി മൈനസ് വണ്ണും. അപ്പോൾ കെ ടിയിൽ നിന്ന് കെ ടി മൈനസ് വൺ കുറയ്ക്കുമ്പോൾ, അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കിൽ സംഭവിച്ച ചേഞ്ച് നമുക്ക് കിട്ടും. സോ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക് ഈക്വൽ ടു ഓർ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ കെ ടി മൈനസ് വൺ ഈക്വൽ ടു വി ഇൻറ്റു വൈ ടി. വണ്ണിൽ നിന്നാണ് നമ്മൾ 2 കുറയ്ക്കുന്നത്. സോ വി വൈ ടി മൈനസ് വി വൈ ടി മൈനസ് വൺ. ഹിയർ വി ഈസ് കോൺസ്റ്റൻറ്റ് അല്ലെ, രണ്ട് ടേമിനും വി ഈസ് കോമൺ, രണ്ട് ടേമിനും വി കോമൺ ആണ്. സോ ലെറ്റ് us ടേക്ക് വി ഔട്ട്സൈഡ്. വി ഇവിടുന്ന് ഈ ഒരു ഫസ്റ്റ് ടേമിൽ നിന്ന് വി പുറത്തെടുക്കുമ്പോൾ വൈ ടി ആണ് അവിടെ മിച്ചമുള്ളത്. സെക്കൻഡ് ടേമിൽ നിന്ന് വി പുറത്തെടുക്കുമ്പോൾ വൈ ടി മൈനസ് വൺ. സോ our equation changes to കെ ടി മൈനസ് വൺ ഈക്വൽ ടു വി ഇൻറ്റു വൈ ടി മൈനസ് വൺ. സോ കെ ടി മൈനസ് വൺ എന്ന് പറയുന്നതാണ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക്. ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇസ് നത്തിങ് ബട്ട് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ വി ക്യാൻ റീപ്ലേസ് കെ ടി മൈനസ് വൺ ആസ് ഐ ടി. അപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ കെ ടി മൈനസ് വൺ ഇസ് റീപ്ലേസ്ഡ് ആസ് ഐ ടി. ദെൻ വി ഇൻറ്റു വൈ ടി മൈനസ് വൺ. സോ ഹിയർ ചേഞ്ച് ഇൻ ഇൻകം അല്ലെ, ചേഞ്ച് ഇൻ ഇൻകത്തിനെ നമുക്ക് ഡെൽറ്റ വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഐ ടി ഈക്വൽ ടു വി ഡെൽറ്റ വൈ. സോ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു a constant capital output ratio into change in income. So V is accelerator. So now let us find accelerator V. V equal to IT by delta Y. Apam IT equal to V into delta Y. If you want to find accelerator V, then we have to bring delta Y to the left hand side. So we will get V equal to IT by delta Y. Here the equation simply indicates that net investment during time period T depends on change in output from time period T minus 1 to time period T. അപ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഐ ടി എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ചേഞ്ച് ഇൻ ഇൻകത്തെ ആശ്രയിച്ചാണ്. അപ്പോൾ ടി മൈനസ് വണ്ണിനും ടി മൈനസ് വൺ പീരീഡിൽ നിന്ന് ടി പീരീഡിലേക്ക് വരുമ്പോഴേക്കും ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ചാണോ ഉണ്ടായത് അതിനനുസരിച്ചാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. സോ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ടൈം പീരീഡ് ടി ഡിപ്പെൻഡ്സ് ഓൺ ചേഞ്ച് ഇൻ ഇൻകം മൾട്ടിപ്ലൈഡ് ബൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. അപ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അല്ലെങ്കിൽ ആക്സിലറേറ്റർ മൾട്ടിപ്ലൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം ആണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ആക്സിലറേറ്റർ കോഎഫിഷ്യൻറ്റ് or capital output ratio is constant. So investment is a function of output. അപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. ടെക്നോളജിയിൽ ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. അപ്പോൾ ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആക്സിലറേറ്റർ കോഎഫിഷ്യൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഇൻകത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് മാഗ്നിഫൈഡ് റേറ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. പ്രൊപ്പോർഷനായിട്ട് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന അതേ മാറ്റമല്ല ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്നത്. ഔട്ട്പുട്ടിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായാലും മാഗ്നിഫൈഡ് റേറ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസംഷൻ ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ ഫലമായിട്ടും കൂടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഒരാളുടെ കൺസംഷൻ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരാളുടെ ഇൻകമാണ്. അപ്പോൾ അവിടെ മൾട്ടിപ്ലയർ ഓപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു മാഗ്നിഫൈഡ് റേറ്റിലാണ്
ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ, അതായത് മെഷീനറീസ് ഒക്കെ കൂടുതൽ മേടിക്കണം. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാഗ്നിഫൈഡ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓക്കെ, സോ IT ഈക്വൽ ടു V ഡെൽറ്റ വൈ. ഇതാണ് ആക്സിലറേറ്റർ. ഇതിൽ ആക്സിലറേറ്റർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് V അല്ലെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. Now let us solve this question. Suppose rupees 400 crore worth of capital is necessary to produce rupees 100 crore worth of output. അപ്പോൾ 100 crore worth of output എന്ന് പറയുന്നത് 100 crore ആണ്. റിക്വയർഡ് ക്യാപിറ്റൽ, ഈ 100 crore ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വേണ്ട ക്യാപിറ്റൽ 400 crores. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണ്? അല്ലെങ്കിൽ ആക്സിലറേറ്റർ കോയിഫിഷ്യൻ്റ് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ആക്സിലറേറ്റർ കോയിഫിഷ്യൻ്റ് ഇസ് ക്യാപിറ്റൽ ടു ഔട്ട്പുട്ട് റേഷ്യോ, അല്ലേ? ക്യാപിറ്റൽ, വേണ്ട ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ആണ് ആക്സിലറേറ്റർ കോയിഫിഷ്യൻ്റ്. അപ്പോൾ ഇവിടെ 100 ഔട്ട്പുട്ടാണ്. ഈ 100 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 400 crore വർത്ത് ക്യാപിറ്റൽ വേണം. സോ 400 ഡിവൈഡഡ് ബൈ 100, അത് 4 ആണ് നമ്മുടെ ആക്സിലറേറ്റർ കോയിഫിഷ്യൻ്റ്. അപ്പോൾ ഔട്ട്പുട്ട് 100 crore, ക്യാപിറ്റൽ 400, ആക്സിലറേറ്റർ കോയിഫിഷ്യൻ്റ് ഓർ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് 4 ആണ്. Suppose aggregate demand increases to 100 crore level. How much should be the economies? Capital stock to produce 105 crore level of output. അപ്പോൾ ഔട്ട്പുട്ട് 100ൽ നിന്ന് 105 ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. അഗ്രിഗേറ്റ് ഡിമാൻഡ് 100 crore ആയിരുന്നു. പ്രോഡക്റ്റ്, അതായത് പ്രോഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് ഈക്വൽ ടു ഡിമാൻഡ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം 100 crore ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഡിമാൻഡ്, കഴിഞ്ഞ വർഷത്തെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ വർഷം ഡിമാൻഡ് 100ൽ നിന്ന് 105 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യണം? 100ൽ നിന്ന് 105 ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. ഇക്കോണമിയിലെ ഔട്ട്പുട്ട് 100 crore നിന്ന് 105 crore ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തേ പറ്റൂ. അപ്പോൾ നേരത്തെ 100 ആയിരുന്നു ഡിമാൻഡ്, അതിനനുസരിച്ച് 100 ആണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് 100 ആണ്. ഇപ്പോൾ ഡിമാൻഡ് 105 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് 105 ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ 105 ആയിട്ട് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കിൽ എന്തോരം ചേഞ്ച് ഉണ്ടാക്കണം? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 400 ആണ് നമ്മുടെ ക്യാപിറ്റൽ 400 ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് 100 crore ആണ്. അപ്പോൾ നമുക്കിനി ഔട്ട്പുട്ട് 105 ആയിട്ട് റേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തോരം ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ്. എന്തോരം ക്യാപിറ്റൽ റിക്വയർഡ് ആണ്? 105 crore ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് എന്തോരം ക്യാപിറ്റൽ വേണം? അപ്പോൾ അതിന് നമ്മൾ ഏത് ഇക്വേഷനാണ്? തീർച്ചയായിട്ടും ആക്സിലറേറ്റർ പ്രിൻസിപ്പിളിൻ്റെ ആക്സിലറേറ്റർ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് IT ഈക്വൽ ടു V ഡെൽറ്റ വൈ, അല്ലെങ്കിൽ IT ഈക്വൽ ടു V YT മൈനസ് -1 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് ചേഞ്ച് ഉണ്ടാകണം എന്നുള്ള ഇക്വേഷൻ എന്നുള്ളതൊന്നും കാൽക്കുലേറ്റ് ചെയ്തേ. IT എന്ന് പറയുന്നത് നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കിൽ എന്ത് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് 105 crore ഡിമാൻഡിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. സോ ഹിയർ YT എന്ന് പറയുന്നത് എന്താണ്? 105 ആണ്. YT മൈനസ് 1 എന്ന് പറയുന്നത് 100 crore ആണ്, 100 ആണ്. ആക്സിലറേറ്റർ കോയിഫിഷ്യൻ്റ് 4 ആണ്. അപ്പോൾ IT എത്രയാണ്? YT മൈനസ് YT മൈനസ് 1 എത്രയാണ്? 105 മൈനസ് 100. 105 മൈനസ് 100 ആണ് YT മൈനസ് YT മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ V എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആക്സിലറേറ്റർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 × 5 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 20 crores ക്യാപിറ്റൽ കൂടുതൽ നമ്മൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 420 crore ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ നമുക്ക് 105 crore
ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 105 crore ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 420 ക്യാപിറ്റൽ വേണം. അതാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആക്സിലറേറ്റർ പ്രിൻസിപ്പിളിൽ നമ്മൾ എന്താണ്, ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തിയറിയാണ് ആക്സിലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇറ്റ് ഷോസ് ദ ആക്സിലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷോസ് എമൗണ്ട് ഓഫ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. Now let us focus on operations of accelerator principle. ആക്സിലറേറ്റർ പ്രിൻസിപ്പലിൻ്റെ ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം. ടൈം പീരീഡ് ടൈം പീരീഡാണ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ കാണിക്കുന്നത്. ടോട്ടൽ ഔട്ട്പുട്ട്, ഓരോ പീരീഡിലും ഓരോ ടൈമിലും ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ ഔട്ട്പുട്ടാണ് സെക്കൻഡ് കോളം. തേർഡ് കോളം ഈ റിക്വയർഡ് ക്യാപിറ്റലാണ് തേർഡ് കോളത്തിൽ. അതായത് ഓരോ പീരീഡിലും ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന് ക്യാപിറ്റൽ വേണം. ആ ക്യാപിറ്റലാണ് തേർഡ് കോളത്തിൽ. എന്തോരം ക്യാപിറ്റൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണം എന്നുള്ളതാണ് തേർഡ് കോളത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർത്ത് കോളത്തിൽ റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ. അപ്പം ചെറിയ മെഷീനറീസിലൊക്കെ ആണെങ്കിലും ചെറിയ റീപ്ലേസ്മെൻറ്റുകളൊക്കെ വേണ്ടി വരും ഓരോ വർഷവും പ്രവർത്തിക്കാനായിട്ട്. ചെറിയ ടയേഴ്സ് ആൻഡ് വെയേഴ്സ് വരും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ടും റീപ്ലേസ് ചെയ്യാനായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള വേണ്ടുന്ന ക്യാപിറ്റലാണ് റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ. റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ ഓരോ വർഷവും ഫിക്സ്ഡ് ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. 40 crore എന്ന് പറയുന്ന ഒരു റേറ്റിൽ ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ക്യാപിറ്റലിൽ എന്ത് ചേഞ്ച് ഉണ്ടായി, റിക്വയർഡ് ക്യാപിറ്റലിൽ ഓരോ പീരീഡിലും എന്ത് ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് T+1 എന്ന് പറയുമ്പോൾ എന്താ, റിക്വയർഡ് ക്യാപിറ്റൽ അറ്റ് T+1 മൈനസ് റിക്വയർഡ് ക്യാപിറ്റൽ അറ്റ് ടൈം T. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് നമുക്ക് നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കിട്ടുക. അതാണ് ഫിഫ്ത്ത് കോളത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സിക്സ്ത് കോളത്തിൽ. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായ ചേഞ്ച് പ്ലസ് റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ, ഈ രണ്ട് കോളം കൂടെ 4+5 ആണ് 6 എന്ന് പറയുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റലാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ടൈം പീരീഡ് ടിയിൽ ടോട്ടൽ ഔട്ട്പുട്ട്, മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് ആണ്. 100 crore ആണ്. 100 crore ആണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ 100 crore ഉൽപ്പാദിപ്പിക്കാൻ 400 crore ക്യാപിറ്റൽ ആവശ്യമാണ്. റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ ഓരോ വർഷവും ഫിക്സ്ഡ് ആയിട്ട് റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ 40 ആണ് റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് ഫസ്റ്റ് പീരീഡ് ആണ്, കറണ്ട് പീരീഡ് ആണല്ലോ, ഫസ്റ്റ് പീരീഡ് ആണ്. അതുകൊണ്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ മാത്രമാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് 40. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഫോർത്ത് കോളം ഫിഫ്ത്ത് കോളം കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ. നൗ ടൈം പീരീഡ്, സെക്കൻഡ് ടൈം പീരീഡ് T+1. T+1 ടോട്ടൽ ഔട്ട്പുട്ട് ഇസ് 100. T+1 നമ്മൾ 100 തന്നെയാണ് ടോട്ടൽ ഔട്ട്പുട്ട്. റിക്വയർഡ് ക്യാപിറ്റൽ, അപ്പോൾ 100 യൂണിറ്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയ്ക്ക് എന്താണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കൂട്ടുന്നില്ലെങ്കിൽ ക്യാപിറ്റലും കൂടേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാപിറ്റലും 400 ആണ്. റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ 40 ആണ്. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 0, കാരണം എന്താണ്, 400 മൈനസ് 400 അതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റലിൽ എന്ത് ചേഞ്ച് ഉണ്ടായി, ഒരു ചേഞ്ചും ഉണ്ടായില്ല. 400 മൈനസ് 400 0. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 0 ആണ്. അപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ പ്ലസ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. 40 ആണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ടൈം പീരീഡ് തേർഡ് ടൈം പീരീഡിലേക്ക് പോവാണ്. T+2. T+2 ടോട്ടൽ ഔട്ട്പുട്ട് 105 ആണ്. നോക്കിയേ, 5 crore ചേഞ്ച് ഉണ്ടായി ഔട്ട്പുട്ട് 5 crore ഇൻക്രീസ് ചെയ്തു. 100 നിന്ന് 105 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ റിക്വയർഡ് ക്യാപിറ്റൽ, അപ്പോൾ 5 യൂണിറ്റ് ഔട്ട്പുട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ എന്തോരം ഇൻക്രീസ് ചെയ്യണം, നമ്മൾ കുറച്ച് മുന്നേ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. 5 യൂണിറ്റ് നമുക്ക് ഇൻകം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ 5 × V
നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ 4 ആണ്. 5 into 4 20 crores ക്യാപിറ്റൽ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. അപ്പം 5 യൂണിറ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ 4 ആണ്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ടിലുണ്ടായ ചേഞ്ച് ഇൻറ്റു 4, അതായത് 5 into 4 20 കൂട്ടണം. അപ്പോൾ 400 + 20 ആണ് നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റൽ. അപ്പോൾ 420 ആണ് റിക്വയർഡ് ക്യാപിറ്റൽ. അപ്പോൾ 105 ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 420 ആണ് റിക്വയർഡ് ക്യാപിറ്റൽ. റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ എത്രയാണ്? 40. സെയിം ആണ്. നമ്മൾ റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. Now let us calculate net investment. Net investment എന്താണ്? T+1 required capital മൈനസ് T+2 required capital മൈനസ് T+1 required capital. അതായത് 420 മൈനസ് 400 അതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. 20 ആണ് നമ്മുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. Now what will be gross investment? ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ പ്ലസ് നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 40 + 20 60 ആണ് നമ്മുടെ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. Now fourth unit, fourth period T+3. T+3 ഔട്ട്പുട്ട് 105 നിന്ന് 115 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 105 നിന്ന് 115 ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ടിൽ 10 crores വ്യത്യാസമാണ്. 10 വ്യത്യാസമാണുള്ളത് അല്ലേ? 105 നിന്ന് 115 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്തോരമാണ് റിക്വയർഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക? എന്തോരം റിക്വയർഡ് ക്യാപിറ്റൽ വേണം? അപ്പം എന്താണ് നമ്മുടെ ഇക്വേഷൻ IT എന്ന് പറയുന്നത് V∆Y ആണ്. ∆Y 10 ആണ്. V എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 40 ആണ്. 40 crore ക്യാപിറ്റൽ നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ 420 + 40 460 ആണ് റിക്വയർഡ് ക്യാപിറ്റൽ. അപ്പോൾ 115 യൂണിറ്റ്സ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 115 crore ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 460 crore ക്യാപിറ്റൽ ആവശ്യമാണ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എത്രയാണ്? റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40 ആണ്. അത് കോൺസ്റ്റൻ്റ് ആണ്. ഈ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? 460 മൈനസ് 420 40 ആണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. 40 നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ പ്ലസ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. 40 + 40 80 ആണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു പോകാം. 115 നിന്ന് 130 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? 15 ആണ് വ്യത്യാസം ടോട്ടൽ ഔട്ട്പുട്ടിൽ. അപ്പം നമുക്ക് അതിനനുസരിച്ച് റിക്വയർഡ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ 130 15 യൂണിറ്റ്സ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും 15 into 4 നമ്മൾ ആഡ് ചെയ്യണം. ക്യാപിറ്റൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം 60 യൂണിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യണം. 460 + 60 520 ആണ് റിക്വയർഡ് ക്യാപിറ്റൽ. റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ ഇസ് ഫിക്സ്ഡ് അറ്റ് 40. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 60 യൂണിറ്റ് ആണ് ക്യാപിറ്റൽ സ്റ്റോക്കിലുണ്ടായ ഇൻക്രീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ 520 മൈനസ് 460 60 ആണ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 40 + 60 100. ഇനി അടുത്ത യൂണിറ്റ് എന്താണ്? 130 നിന്ന് 140 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 10 യൂണിറ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പം 40 crore ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം. അപ്പം 520 + 40 560 ആണ് റിക്വയർഡ് ക്യാപിറ്റൽ. റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ 40. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? 40 യൂണിറ്റ്സ് ആണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ സ്റ്റോക്ക് 40 crore ആണ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ 40. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 40 + 40 80. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. 145 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ 580 ആണ് റിക്വയർഡ് ക്യാപിറ്റൽ. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് 60. ദെൻ 140. അപ്പോൾ ഇവിടെ വരെ നമ്മൾ എന്താണ്? T6 വരെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാണ്. ഔട്ട്പുട്ട് 140 ആയിട്ട് കുറഞ്ഞു. ഡിമാൻഡ് കുറയുമ്പോൾ 140 ആയിട്ട് ഔട്ട്പുട്ട് കുറയുന്നു. ഔട്ട്പുട്ട് കുറയുമ്പോൾ എന്താണ്? 5 യൂണിറ്റ് ഔട്ട്പുട്ട് കുറഞ്ഞു. അപ്പോൾ 20 യൂണിറ്റ് ക്യാപിറ്റൽ കുറവ് ആവശ്യമുള്ളൂ.
-20 ആണ് നമ്മുടെ എന്താ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് -20 + 40 20 ആണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഔട്ട്പുട്ട് വീണ്ടും T+8 ആകുമ്പോഴത്തേക്കിനും 140 നിന്നും 130 ആയിട്ട് കുറഞ്ഞു. അപ്പം -10 ആണ് ഔട്ട്പുട്ടിലുള്ള ചേഞ്ച്. അപ്പോൾ ഔട്ട്പുട്ട് -10 ആയിട്ട് കുറയുമ്പോൾ -40 ക്യാപിറ്റലിൽ കുറയും. അപ്പം 40 crores ക്യാപിറ്റൽ ആവശ്യമില്ല. അപ്പം 560 - 40 520 ആയിട്ട് റിക്വയർഡ് ക്യാപിറ്റൽ കുറയുന്നു. അപ്പം നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് -40 ആയിട്ട് 40 ആവുന്നു. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് 0 ആവുന്നു. ദെൻ വീണ്ടും എന്താണ് 125 5 യൂണിറ്റ്സ് കുറയാണ്. 5 യൂണിറ്റിൻ്റെ കുറവാണല്ലോ ഔട്ട്പുട്ടിലുണ്ടായിരിക്കുന്നത്. 5 crores കുറവാണ് ഔട്ട്പുട്ടിലുണ്ടായിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും 20 യൂണിറ്റ്സ് റിക്വയർഡ് ക്യാപിറ്റലിൽ കുറവുണ്ടാവും. 500 ആണ് റിക്വയർഡ് ക്യാപിറ്റലിലുള്ള കുറവ്. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് -20 20 crores കുറവുണ്ട്. അപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് 40 - 20 യൂണിറ്റ്സ് ആണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഗ്രാഫിക്കലായിട്ട് നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ടിനെയും നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് ഗ്രാഫിക്കലായിട്ടൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് കോളം എന്താണ് ടോട്ടൽ ഔട്ട്പുട്ടും നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പം അത് രണ്ടും നമ്മൾ ഡ്രോ ചെയ്യുകയാണ്. അപ്പം 10 പീരീഡ് T to T+9 വരെയുള്ള പീരീഡിൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് Y ആക്സിസിൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ടോട്ടൽ ഔട്ട്പുട്ടുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. X ആക്സിസിൽ ടൈം പീരീഡ്. അപ്പം നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ട് ഈ ഓരോ ടൈം പീരീഡിൽ ടോട്ടൽ ഔട്ട്പുട്ടും നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ഡ്രോ ചെയ്തു. സോ ഫസ്റ്റ് പീരീഡ് T എന്ന് പറയുന്ന പീരീഡിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഇസ് 100 ആൻഡ് ഇൻ T+1 ഓൾസോ ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് 100. ഇവിടെ ഔട്ട്പുട്ടിന് ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ΔY എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാത്തപ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 0 ആണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ ചേഞ്ച് ഇല്ല, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 0 ആണ്. സോ വെൻ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഈസ് 0, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 0. ഇനി T+1 സമയം തൊട്ട് T+4 വരെയുള്ള കാലഘട്ടം നമുക്ക് എടുക്കാം. T+1 to T+4. ഈ ഒരു സമയത്ത് ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസസ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്. So from T+1 to T+4 total output increases at increasing rate. നോക്കിയേ T+1ൽ 100 ആണ്. T+2 ആയപ്പോൾ 105 ആയി. 5 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്തു. 105ൽ നിന്ന് T+3 ആയപ്പോൾ 115 10 യൂണിറ്റ്സ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു. 10 crore ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു. ഫോർത്ത് പീരീഡ് T+3 എന്ന് പറയുന്ന പീരീഡിൽ 115 ആണ്. T+4 ആയപ്പോൾ 130 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 130 crore ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 15 crore ഇൻക്രീസ് ആണ് ഉണ്ടായത്. സോ ഫ്രം T+1 to T+4 ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസസ് അറ്റ് increasing rate. When total output increases at increasing rate, net investment increases. Net investment increases from during the time period T+1 to T+4. അപ്പോൾ T+1 T+4 വരെയുള്ള സമയത്ത് T+1ൽ നിന്ന് T+4 വരെ പോകുന്ന സമയത്ത് ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. സോ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി T+4 തൊട്ടുള്ള സമയം നമുക്ക് നോക്കാം. T+4 തൊട്ട് T+6 വരെയുള്ള സമയം, ആ ഒരു കാലഘട്ടത്തിൽ ഔട്ട്പുട്ട് ഇൻക്രീസസ് ബട്ട് ഇറ്റ് ഇൻക്രീസസ് അറ്റ് ഡിമിനിഷിങ് റേറ്റ് ഓർ ഡിക്രീസിങ് റേറ്റിലാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. 130ൽ നിന്ന് T+5 ആകുമ്പോൾ 140 ആയിട്ട് 10 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ 140ൽ നിന്ന് T+6 ആകുമ്പോൾ 145 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് 5 crore ഇൻക്രീസ് ആണ് ഔട്ട്പുട്ടിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഇൻക്രീസസ് ബട്ട് ഇറ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ഡിമിനിഷിങ് റേറ്റ് അല്ലെങ്കിൽ ഒരു ഡിക്രീസിങ് റേറ്റിലാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നു? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്രീസസ്. സോ വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് അറ്റ് ഡിമിനിഷിങ് റേറ്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട്സ് ഡിക്രീസിങ്. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു ഡിമിനിഷിങ് റേറ്റിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് തൊട്ട് നെറ്റ്
ദെൻ പിന്നെന്താണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസിങ് റേറ്റിൽ ഡിക്രീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നെഗറ്റീവ് ആവും. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഡിമിനിഷിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പോയിന്റ് തൊട്ട് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്രീസ് ചെയ്യും. ദെൻ ടോട്ടൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ, ഈ ഒരു പോയിന്റ് വരെ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്, അപ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്രീസ് ചെയ്യും. ഇനി ടോട്ടൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നെഗറ്റീവ് ആവും. അപ്പം ഇതാണ് ടോട്ടൽ ഔട്ട്പുട്ടും നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ടിൽ ഒരു വ്യത്യാസവും വരുന്നില്ലെന്നുണ്ടെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 0 ആയിരിക്കും. ടോട്ടൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 0 ആണ്. ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ ഔട്ട്പുട്ട് ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. ടോട്ടൽ ഔട്ട്പുട്ട് കുറയുമ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നെഗറ്റീവ് ആകും. ഇതാണ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ. അപ്പോൾ ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എപ്പോഴാണ് ചേഞ്ച് ഉണ്ടാകുന്നത്? ടോട്ടൽ ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മാഗ്നിഫൈഡ് റേറ്റിലാണ്, ഇവിടെ ചെറിയൊരു ഇൻക്രീസ് ഉണ്ടാകുമ്പോഴേ മാഗ്നിഫൈഡ് റേറ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതാണ് ആക്സിലറേറ്റർ പ്രിൻസിപ്പലിൽ പറയുന്നത്. Now let us move on to criticisms of accelerator principle. First criticism: the theory assumes that a discrepancy between desired and actual capital stock is eliminated within a single period. ഒരു സിംഗിൾ പീരീഡ് കൊണ്ട് തന്നെ ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റോക്കും ഡിസയേർഡ് ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി എലിമിനേറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ടൈം ലാഗും ഇല്ല. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത ഉടനെ അത്രയും ഡിമാൻഡ് കൂടി അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം മേടിക്കുക. അതേ വർഷം തന്നെ അതെല്ലാം മേടിച്ച് അതെല്ലാം ശരിയാക്കി ഔട്ട്പുട്ട്, അതിനാവശ്യമുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക, അതിന് ആവശ്യമുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റോക്കും ഡിസയേർഡ് ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി ഓരോ പീരീഡിലും സോൾവ് ചെയ്യപ്പെടുന്നു, ഓരോ പീരീഡിലും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ടൈം ലാഗ് അവിടെ അനുഭവപ്പെടുന്നില്ല. അപ്പം ടൈം ലാഗ് അനുഭവപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? industry is producing capital goods, is producing at full capacity. അപ്പം ഇൻഡസ്ട്രി എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലും കൺസ്യൂമർ ഗുഡ്സ് ആണെങ്കിലും അവർ ഫുൾ കപ്പാസിറ്റിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഷീനറി കൂടുതലോ അല്ലെ അങ്ങനെ ഒരു സാധനം കൂടുതൽ ഇൻഡസ്ട്രിയിലില്ല. 100 ഡിമാൻഡ് എങ്കിൽ, അല്ലെങ്കിൽ 100 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ 100 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സേ ഇൻഡസ്ട്രിയിലുള്ളൂ. ഇൻഡസ്ട്രി ഫുൾ കപ്പാസിറ്റിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എക്സസ് കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഡിമാൻഡ് കൂടുമ്പോൾ ഓൺ ദ സ്പോട്ട് ഇൻഡസ്ട്രീസ് കൂടുതൽ മെഷീനറീസ് പർച്ചേസ് ചെയ്യുകയും അവിടെ ഓൺ ദ സ്പോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ ടൈം ലാഗ് ഇല്ല, അല്ലെങ്കിൽ ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റോക്കും ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി സിംഗിൾ പീരീഡിൽ എലിമിനേറ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു തിയറി ആക്സിലറേറ്റർ പ്രിൻസിപ്പളിൽ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അസംഷൻ പ്രാക്ടിക്കൽ അല്ല. അതാണ് ഫസ്റ്റ് ക്രിറ്റിസിസം. സെക്കൻഡ് ക്രിറ്റിസിസം: സിൻസ് തിയറി അസ്യൂംസ് നോ എക്സസ് കപ്പാസിറ്റി, ഇറ്റ് ഈസ് നോട്ട് വാലിഡ് ഇൻ റിസഷൻ. അപ്പോൾ ഈ ഒരു തിയറിയിൽ എക്സസ് കപ്പാസിറ്റി അസ്യൂം ചെയ്യുന്നില്ല. എക്സസ് കപ്പാസിറ്റിയേ ഇല്ല. 100 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 100 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെഷീനറീസേ ഒരു ഫേമിനുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലുള്ളൂ. അപ്പോൾ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുന്നില്ല. അവർ അസ്യൂം ചെയ്യുന്നത് എന്താണ്? നോ എക്സസ് കപ്പാസിറ്റി. സോ ദിസ് തിയറി ഈസ് നോട്ട് വാലിഡ് ഇൻ റിസഷൻ. റിസഷനിൽ ഈ തിയറി ആപ്ലിക്കബിൾ അല്ല. നമുക്കറിയാം റിസഷൻ വരുമ്പോൾ എക്സസ് കപ്പാസിറ്റി ഉണ്ട്. റിസഷൻ വരുമ്പോൾ ഫേംസ് അവർ പ്രൊഡക്ഷൻ അവരെന്താണ് കുറയ്ക്കും.
അപ്പോൾ അവർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിലും അവർ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. കാരണം ആളുകൾ മേടിക്കുമോ, ഡിമാൻഡ് കുറയുന്നത് കൊണ്ട് തന്നെ അവർ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പോൾ അവരുടെ ഫുൾ കപ്പാസിറ്റിയിലല്ല റിസഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സസ് കപ്പാസിറ്റിയെ ഇല്ല എന്ന് അസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ തിയറി റിസഷനിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. തേർഡ് ക്രിറ്റിസിസം, ആക്സിലറേറ്റഡ് തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അസ്യൂംസ് ഫിക്സ്ഡ് റേഷ്യോ ബിറ്റ്വീൻ ക്യാപിറ്റൽ ഔട്ട്പുട്ട്. നമുക്കറിയാം ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നില്ല, അതാണ് അസംഷൻ. പക്ഷെ നമുക്കറിയാം ടെക്നോളജി ടൈം ടു ടൈം ചേഞ്ച് ചെയ്യും. അപ്പം ഇത് ഒരു ടെക്നോളജി കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത് തേർഡ് ക്രിറ്റിസിസം. ഫോർത്ത് അസംഷനാണ് ഫോർത്ത് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. റിസോഴ്സസ് ആൻഡ് സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ഇലാസ്റ്റിക് ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷേ റിസോഴ്സസ് നമുക്കറിയാം, ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ ആവശ്യമുള്ളതുപോലെ കിട്ടുമോ? ഇല്ല. ഇന്നിലാസ്റ്റിക് ആണ് റിസോഴ്സസ് ആൻഡ് സപ്ലൈ ഓഫ് ക്രെഡിറ്റ്. അതാണ് ഫോർത്ത് ക്രിറ്റിസിസം. ഫിഫ്ത്ത് ക്രിറ്റിസിസം, ദിസ് തിയറി ഈസ് നോട്ട് പ്രിസൈസ് ആൻഡ് സാറ്റിസ്ഫാക്ടറി. അത്ര പ്രിസൈസ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള തിയറി അല്ല തിയറി ഓഫ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ, സിമ്പിൾ തിയറി ഓഫ് ആക്സിലറേറ്റർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഡിസ്പൈറ്റ് ദീസ് ലിമിറ്റേഷൻസ്, the principle of accelerator makes the process of income propagation clearer and more realistic than multiplier theory. അപ്പോൾ മൾട്ടിപ്ലയർ തിയറിനെക്കാട്ടിലും സുപ്പീരിയർ ആണ്, മൾട്ടിപ്ലയർ തിയറിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഇൻകവും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആക്സിലറേറ്റർ പ്രിൻസിപ്പലിന് സാധിച്ചിട്ടുണ്ട്.